അപ്പോൾ ഇന്ത്യ പൊരുതുകയാണ്. എങ്ങനെയാണ് പോരാട്ടം എന്ന് പറഞ്ഞു തരുന്നതിന് മനീഷ് ഐഷ മാത്യു നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് മനീഷ്. എങ്ങനെയായിരിക്കും ഇന്നത്തെ ഒരു സാധ്യതകൾ? പന്തിന് മടക്കം സാധ്യമല്ലേ? ഗുഡ് മോർണിംഗ് വിനിൽ. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഈ പന്തിൻ്റെ പരുക്കം സംബന്ധിച്ചുള്ള BCCIയുടെ പുതിയ അപ്ഡേറ്റ്സുകൾക്ക് വേണ്ടിയാണ്. ഏറ്റവും അവസാനം BCCI പറഞ്ഞത് ഇങ്ങനെയാണ്: പന്തിനെ സ്കാനിങ്ങിന് വിധേയനാക്കിയിട്ടുണ്ട്, മെഡിക്കൽ ടീം പന്തിനോടൊപ്പം തന്നെയുണ്ട്. എന്താണ് കൂടുതൽ വിവരങ്ങൾ ഇന്ന് അറിയിക്കാമെന്നുള്ളതായിരുന്നു ഇന്നലെ അവസാനമായി BCCI പോസ്റ്റ് ചെയ്ത എക്സ്പോസ്റ്റിൽ പറയുന്നത്. അതിനെയാണ് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. കാരണം ഇന്നലെ പന്ത് പരിക്കേറ്റ് മടങ്ങുമ്പോൾ കാലിൽ വലിയ രീതിയിലുള്ളൊരു ചെറിയ രീതിയിലുള്ളൊരു നീര് ഉണ്ടാകുന്നതും അതുപോലെ തന്നെ രക്തം പൊടിയുന്നതൊക്കെ കണ്ടിരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള പൊട്ടലുകളുണ്ടോ, അങ്ങനെയാണെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ പന്തിന് കളിക്കാൻ കഴിയുമോ എന്നടക്കമുള്ള ഒരാശങ്ക ഇപ്പോഴും ഇന്ത്യൻ ആരാധകർക്കുണ്ട്. മത്സരത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഓൾഡ് ട്രാഫോർഡിൽ ഒരു ഭേദപ്പെട്ട തുടക്കം തന്നെയാണ് ഇന്ത്യ ആദ്യ ദിവസം കുറിച്ചത്. 264 എന്ന് പറയുന്നത് ഈ മാഞ്ചസ്റ്ററിലെ പിച്ചിൻ്റെ ഒരു ഘടനയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു ഭേദപ്പെട്ട സ്കോർ തന്നെയാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ അപ്പോഴും ഈ ഒരു സ്കോർ എന്ന് പറയുന്നത് ഇന്ത്യക്ക് ഇംഗ്ലണ്ടിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പോകുന്നതല്ല. മറിച്ച് ഒരു 400 അല്ലെങ്കിൽ ഒരു 300 റൺസിന് മുകളിലേക്ക് തീർച്ചയായും ഇന്ത്യക്ക് കണ്ടെത്തിയേ മതിയാകൂ എന്നുള്ളതാണ് സാഹചര്യം. നിലവിലിപ്പോൾ രവീന്ദ്ര ജഡേജ കഴിഞ്ഞ മത്സരത്തിൽ ഇന്ത്യയെ ഒറ്റയ്ക്ക് പൊരുതി ഒരു വിജയത്തിന് അടുത്തെത്തിച്ച് രവീന്ദ്ര ജഡേജ 19 റൺസുമായി, അതുപോലെ തന്നെ ഓൾറൗണ്ടറുള്ള ഷർദുൽ താക്കൂർ 19 റൺസിന് ഇരുവരുമാണ് ഇപ്പോൾ ക്രീസിലുള്ളത്. അതാണ് ഇന്ത്യയുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്. അപ്പോഴും ഈ വിക്കറ്റ് പോയി കഴിഞ്ഞ ശേഷം ഇന്ത്യക്ക് കൂടുതൽ ബാറ്റർമാരില്ല എന്നുള്ളൊരു ആശങ്കയാണ്. അവിടെയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ബിനിൽ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ പന്ത് വരുമോ ഇല്ലയോ എന്നുള്ളൊരു സംശയമാണ്. അതാണ് എല്ലാവരും ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്നത്. എന്തായാലും മാഞ്ചസ്റ്ററിൽ ഇന്ത്യക്ക് മോശം റെക്കോർഡാണ് ഉള്ളത്. ഇതിനു മുമ്പ് മത്സരിച്ച 9 മത്സരങ്ങളിൽ 5ലും പരാജയം ഏറ്റുവാങ്ങുകയും 4ൽ സമനില വഴങ്ങുകയുമാണ് ഇന്ത്യക്ക് സാധിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇന്ത്യ ഗില്ലിൻ്റെ കീഴിൽ ഒരു വിജയമാണ് മാഞ്ചസ്റ്ററിൽ ലക്ഷ്യം വെക്കുന്നതെങ്കിലും ഇന്ത്യക്ക് നിലവിലെ സാഹചര്യങ്ങൾ ചെറിയൊരു തിരിച്ചടിയാണ് നൽകുന്നത്. അപ്പോഴും ഇന്ത്യയുടെ ബാറ്റർമാർ ശുഭ പ്രതീക്ഷ തന്നെയാണ്. നേരത്തെ ഷർദുൽ താക്കൂറൊക്കെ ഈ ഓസ്ട്രേലിയൻ മണ്ണിലൊക്കെ വലിയ രീതിയിലുള്ള ഒരു പ്രകടനം നടത്തി ഇന്ത്യക്ക് മത്സരം പോലും നേടിത്തന്നിട്ടുള്ളതാണ്. ടെസ്റ്റിലടക്കം അത് ഗ്യാബിലെ മത്സരങ്ങളടക്കം മികച്ച സ്കോർ കണ്ടെത്തിയൊരു താരം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത് തന്നെയാണ് ഇന്ത്യൻ ആരാധകരുടെ പ്രതീക്ഷ. ജഡേജയും താക്കൂറും ചേർന്ന് ഒരു 350 എന്ന് പറയുന്നതിന് സ്കോറിന് മുകളിലേക്ക് എത്തിച്ചാൽ ഇന്ത്യക്ക് അതൊരു ശുഭ പ്രതീക്ഷ തന്നെയായിരിക്കും. ഇംഗ്ലണ്ടിനെ ഏറ്റവും കുറഞ്ഞ സ്കോറിൽ തന്നെ പുറത്താക്കാനായിരിക്കും പിന്നീട് ഇന്ത്യ ലക്ഷ്യം വെക്കുക. എന്നാലും ഇന്ത്യയുടെ പേസ് നിര ശക്തം തന്നെയാണ്. പേസ് ബോളിംഗിന് അനുകൂലമായ പിച്ചിൽ ഇന്ത്യയുടെ പേസ് നിരയ്ക്ക് മികച്ച പ്രകടനം കണ്ടെത്താൻ കഴിയുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. പിന്നിൽ മനീഷ, അപ്പോൾ മാഞ്ചസ്റ്ററിലെ സംഗതി സൂപ്പർ ആകുമോ ഇന്ത്യയുടെ? അങ്ങനെ വേണം കരുതാൻ. ഓക്കെ, ശരി.